വിവാദങ്ങൾക്കൊടുവിൽ വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിംഗ് ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ക്ഷണം. രണ്ടുവരിയുള്ള കത്താണ് ഇന്ന് സർക്കാർ നൽകിയത്. വിശദാംശങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നു. പ്രശാന്ത് കൃഷ്ണ, എന്താണ് ഈ രണ്ടുവരിയിൽ പറഞ്ഞിട്ടുള്ളത് കത്തിൽ? മോത്തി, കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ്, തുറമുഖ പദ്ധതിയുടെ ക്രെഡിറ്റ് LDF സർക്കാർ ഒറ്റയ്ക്ക് നേടിയെടുക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിയത്. ഇതിന്റെ ഭാഗമായാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഈ 2-ാം തീയതി നടക്കുന്ന പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. ഇത് വലിയ വിവാദമായി ചർച്ചയായി. ഈ അവസരത്തിൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് മുൻപായി തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവന്റെ ഓഫീസിൽ നിന്ന് മന്ത്രിയുടെ ലെറ്റർ ഹെഡിൽ വി ഡി സതീശന് ഒരു ക്ഷണം കത്തായി നൽകിയിരിക്കുകയാണ്. അതിൽ 2 വരിയാണ്. അതായത് മെയ് മാസം 2-ാം തീയതി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ കമ്മീഷനിങ് നടക്കുന്നതായി താങ്കൾ അറിഞ്ഞു കാണുമല്ലോ. ഈ പരിപാടിയിലേക്ക് താങ്കളുടെ മഹനീയ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു എന്ന 2 വരി കത്താണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് നൽകിയിരിക്കുന്നത്. ഒരു പ്രതിപക്ഷ നേതാവിന് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ ക്ഷണിക്കേണ്ട രീതിയിലാണോ ഇത്? ക്ഷണിക്കേണ്ട രീതിയിലല്ല ഈ ക്ഷണക്കത്ത് എന്ന വിലയിരുത്തലാണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസെല്ലാം നടത്തുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതാവ് ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പങ്കെടുക്കുമോ എന്നതെല്ലാം തന്നെ ഇനി അറിയാനുള്ളതാണ്. പ്രതികരണം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും LDF സർക്കാർ ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി LDF സർക്കാരിന്റെ 4-ാം വാർഷികത്തിന്റെ നേട്ടമായി, അല്ലെങ്കിൽ 4-ാം വാർഷിക പരിപാടിയായാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആ നിലയിലാണ് പ്രധാനമന്ത്രി അടക്കം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ ഒരു വലിയ ചോദ്യം, അല്ലെങ്കിൽ ഒരു വലിയ ആയുധം പ്രതിപക്ഷത്തിന്റെ കയ്യിലേക്ക് കിട്ടിയിരിക്കുകയാണ്. കാരണം പിണറായി സർക്കാരിന്റെ 4-ാം വാർഷികത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനാണോ പ്രധാനമന്ത്രി, BJPയുടെ ഏറ്റവും വലിയ നേതാവായ പ്രധാനമന്ത്രി തന്നെ ഈ പരിപാടിക്ക് എത്തുന്നത് എന്ന രാഷ്ട്രീയ ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കാരണം ഇതിനോടകം തന്നെ എന്തൊക്കെയാണ് വിഴിഞ്ഞത്തെ കാര്യപരിപാടികൾ ഏത് രീതിയിലാണ് എന്നത് സംബന്ധിച്ച ഒരു പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അപ്രൂവലിന് വേണ്ടി അയച്ചിരിക്കുകയാണ്. ആരൊക്കെയാണ് പങ്കെടുപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടവരെ സംബന്ധിച്ച നിർദ്ദേശങ്ങളുണ്ടോ, ഇത്തരം കാര്യങ്ങളിൽ ഒരു അപ്രൂവൽ വന്നിട്ടില്ല. അതായത് ഈ നോട്ടീസ് തയ്യാറാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ തയ്യാറാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സർക്കാരിന്റെ 4-ാം വാർഷിക പരിപാടിയായി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ കമ്മീഷനിങ് എന്നതാണ്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് വലിയ ചർച്ചകളിലേക്ക് പോയിരിക്കുന്നത്. ഒന്ന്, പ്രതിപക്ഷ നേതാവിനെ ഈ പരിപാടിയിൽ തീർച്ചയായും പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെയാണോ ക്ഷണിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 2 വരി കത്താണ് എങ്കിലും വളരെ മാന്യമായി താങ്കളുടെ മഹനീയ സാന്നിധ്യം ഉണ്ടാവണമെന്ന് അറിയിക്കാനുള്ള ഒരു സുമനസ്സെങ്കിലും കാണിച്ചല്ലോ എന്ന് ആശ്വസിക്കാം. പക്ഷേ ഇതെങ്ങനെയാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും എടുക്കുന്നത് എന്നറിയില്ല.